ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ ഭാഗ്യവചനധാരയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചന ശുശ്രൂഷ നടത്താൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് 14-ാം സങ്കീർത്തനമാണ്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവനാരുമില്ല എന്ന് തുടങ്ങുന്നു ഈ സങ്കീർത്തനം. ദുഷ്ടൻ്റെ മൂഢസങ്കല്പത്തെക്കുറിച്ചുള്ള ഈ സങ്കീർത്തനം അല്പം ചില വ്യത്യാസങ്ങളോടുകൂടി 53-ാം സങ്കീർത്തനത്തിൽ ആവർത്തിച്ചിരിക്കുന്നു. ദൈവഭയമോ മനുഷ്യശങ്കയോ ഇല്ലാത്ത സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ സങ്കീർത്തനം നോഹയുടെ കാലത്ത് ജലപ്രളയത്തിന് മുമ്പുള്ള അവസ്ഥയെ അനുസ്മരിപ്പിക്കുന്നതാണ്. പ്രവാചകന്മാർ പലരും തിന്മയുടെ സാർവത്രികതയെ സ്പഷ്ടമാക്കുന്നു. പഴയ നിയമത്തിലെ യെശയ്യാവ് 59:4, 64:6, ഇരമ്യാവ് 5:1 അവയിലും, പുതിയ നിയമത്തിലെ പൗലോസ്ലിയ റോമർക്കെഴുതിയ ലേഖനത്തിലെ 3:13 മുതൽ 18 വരെയുള്ള ഭാഗത്തും ഈ സങ്കീർത്തനങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പാപത്തിൻ്റെ സാർവത്രികത സമർപ്പിച്ചിട്ടുണ്ട്. 14-ാം സങ്കീർത്തനത്തിൽ ആകെ 7 വാക്യങ്ങൾ ആണ് ഉള്ളത്. 1. മൂഢൻ്റെ വിശ്വാസം. ആരാണ് മൂഢൻ? 1 ശമൂവേൽ 25:25 പറയുന്ന വ്യാഖ്യാനം ബൗദ്ധിക തലത്തിൽ പിന്നോക്കം നിൽക്കുന്നവൻ എന്നല്ല, സ്വഭാവത്തിൽ വൈകൃതം പുലർത്തുന്നവൻ എന്നാണ് അർത്ഥം. ദൈവത്തിൽ ആശ്രയിക്കാതെ അവിടുത്തോട് അനുസരണപൂർവ്വം വർത്തിക്കാൻ കഴിയാത്തവനാണ് മൂഢൻ. ഒരു ദുഷ്ട സ്വഭാവത്തിന് അനുയോജ്യൻ. ദൈവമില്ല എന്ന് ഹൃദയത്തിൽ പറയുക മാത്രമല്ല, ഹൃദയത്തിൻ്റെ ദുഷ്ടസങ്കല്പം ദുഷ്പ്രവൃത്തിയിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. 2-3 വാക്യങ്ങൾ വിലാപത്തിന് ശേഷം ദൈവത്തിൻ്റെ വിധിയെപ്പറ്റി പറയുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. മതനിഷേധിയായ വോൾട്ടയർ പോലും പറഞ്ഞത് ശ്രദ്ധേയമാണ്. ദൈവമില്ല എങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കാതെ സുബോധത്തോടുകൂടി ജീവിതം നയിക്കേണ്ടതിന് ഒരു ദൈവത്തെ കണ്ടുപിടിക്കേണ്ടതായി വരും. നമ്മുടെ ആകുല ചിന്തകളും ഉത്കണ്ഠയും പിരിമുറുക്കങ്ങളും നീക്കി ധൈര്യവും പ്രത്യാശയും സ്ഥൈര്യവും പ്രദാനം ചെയ്യാൻ ദൈവവിശ്വാസത്തിന് മാത്രമേ കഴിയൂ എന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുണ്ട്. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇടപെടുന്നതായി നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ റോമർ 3:10 മുതൽ 12 വരെയുള്ള ഭാഗത്ത് പൗലോസ്ലിയ പറയുന്നത് യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പാപത്തിന് അധീരരാണ്. ദൈവത്തിൻ്റെ ജനം ഇവിടെ നീതിമാന്മാരും പാവപ്പെട്ടവരുമായി വിശേഷിക്കപ്പെടുന്നു. ഈ വിശ്വസ്ത ജനത്തിൻ്റെ സഹായത്തിനും സംരക്ഷണത്തിനും യഹോവ പ്രവർത്തിക്കുന്നു. അങ്ങനെ ദൈവം ഇടപെട്ട് പ്രവർത്തിക്കുമ്പോൾ ചൂഷകരും ദുഷ്ടരുമായവർ ഭയപ്പെടേണ്ടതായി വരും. അവർ നാശത്തിൽ എത്തിച്ചേരും. പാപവും ദുഷ്ടതയും അതിൽ തന്നെ നാശകരണമായി തീരും. ദുഷ്ടൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണുപോകും. 7-ാം വാക്യത്തിൽ ദൈവം കടന്നു വരാനുള്ള അപേക്ഷയാണ് പ്രതിഫലിപ്പിക്കുന്ന ചിന്ത. യഹോവ തന്നെ ജനത്തിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്നുള്ളത് മശിഹായിൽ നിവർത്തിതമാകുന്ന കാര്യമാണ്. അപ്പോൾ ദൈവജനം ആനന്ദിച്ച് സന്തോഷിക്കുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ കൂടി സാധ്യമാകുന്ന വീണ്ടെടുപ്പാണ് ആ വലിയ പ്രത്യാശ. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ക്ഷാമകാലത്ത് നമ്മളെ ക്ഷേമമായി പോറ്റാൻ ദൈവത്തിന് കഴിയും. 14-ാം സങ്കീർത്തനവും 53-ാം സങ്കീർത്തനവും ഒരുപോലെ ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. എന്നെ കേട്ടിരുന്ന എൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.